ഹലോ ഉമ്മ, എനിക്ക് വയ്യ ഉമ്മ, വല്ലാത്ത വേദനയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും ഭയങ്കര വേദനയാണ് ഉമ്മ. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് തിരിയുന്നില്ല. എന്നെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകുന്നില്ല ഉമ്മ. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് വയ്യ ഉമ്മ, തീരെ വയ്യ ഉമ്മ. എന്താ മോളെ ചെയ്യാ? ഉമ്മാൻ്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? ഉമ്മക്ക് ഇത്തിരിയേലും കഴിയുമെങ്കിൽ ഉമ്മാൻ്റെ കുട്ടീനെ ഉമ്മ വിഷമിപ്പിക്കൂലായിരുന്നു. ഓൻ പറയുന്ന കേൾക്കാനല്ലാണ്ട് എന്താ ചെയ്യാ നമ്മള്? എൻ്റെ കുട്ടീനെ പടച്ചോ കാക്കട്ടെ. ഉമ്മക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉമ്മ വന്ന് ഉമ്മാൻ്റെ മോളെ നോക്കൂലേ? ഉമ്മാൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയില്ലേ? പടച്ചോനെ, നമുക്കൊരു തുണയില്ലു, ആരും ഇല്ലാത്തവർക്ക് പടച്ചോനുണ്ടാവും. എൻ്റെ മോളോ പറയുന്ന കേക്ക്, അല്ലാണ്ട് ഉമ്മ എന്താ ചെയ്യുക? പടച്ചോനെ, എൻ്റെ കുട്ടീനെ കാക്കണേ പടച്ച റബ്ബേ. മോള് തൽക്കാലവും പറയുന്ന കേക്ക്, എങ്ങനെയെങ്കിലും ആസ്പത്രിയിൽ പോകും. ഉമ്മക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? പടച്ച തമ്പുരാനെ, എൻ്റെ മോളെ കാക്കണേ. പടച്ച തമ്പുരാനെ, എനിക്ക് വയ്യേ. എൻ്റെ ഉമ്മ എന്നെ കാക്കണേ, എനിക്ക് തീരെ വയ്യേ. അയ്യോ, എന്നെ കാക്കണേ, എനിക്ക് വയ്യേ. അയ്യോ, പടച്ച തമ്പുരാനെ, എന്നെ കാക്കണേ. എൻ്റെ ഉമ്മോ, എന്നെ കാക്കണേ. ഇക്കാ, എനിക്ക് തീരെ വയ്യക്കാ. എന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകുമോ? എനിക്ക് തീരെ കഴിയുന്നില്ല. എനിക്ക് വല്ലാത്ത വേദന സഹിക്കാൻ പറ്റുന്നില്ലക്കാ. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഞാൻ എത്ര നേരമായി കരഞ്ഞു പറയുന്നേ? ഒന്ന് കേൾക്കെങ്കിലും ചെയ്യ് നിങ്ങൾ. നീ എന്നാ പറയുന്നത്? എൻ്റെ ഉമ്മയെ 4 പ്രസവിച്ചതാ. അതും 4 വീട്ടിൽ തന്നെ പ്രസവിച്ചത്, അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടല്ല പ്രസവിച്ചത്. നീയും ഇവിടെ തന്നെ പ്രസവിച്ചാൽ മതി. നിനക്ക് പറ്റും. നിനക്ക് കൊണ്ട് പറ്റാണ്ടൊന്നുമില്ല. വീട്ടിൽ പ്രസവിക്കുന്നവരെന്താ ഇല്ലേ? ഇപ്പോൾ വീട്ടിലെല്ലാവരും പ്രസവിക്കുന്നത്. നീയും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി. നമ്മളെ നാട്ടിൽ കണ്ടില്ലേ എത്ര പേരുണ്ട് വീട്ടിൽ പ്രസവിക്കുന്നത്? നിന്നെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഇവിടെ തന്നെ ഇരുന്നോ. നിന്നെ വീട്ടിൽ തന്നെ നീ പ്രസവിച്ചാൽ മതി. നീ ഇവിടെ തന്നെ ഇരുന്നോ. ഹോസ്പിറ്റലിലേക്ക് എന്തായാലും നിന്നെ കൊണ്ടുപോകില്ല. നീ ഇവിടെ തന്നെ പ്രസവിക്കണം. അന്നേരം എൻ്റെ ഉമ്മക്കെല്ലാം പറ്റുമെങ്കിൽ എനിക്കും പറ്റും. നീ ഇവിടെ തന്നെ പ്രസവിച്ചാൽ എന്തായാലും നിന്നെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ. നീ ഇവിടെ തന്നെ പ്രസവിക്കണം. ഇവിടെ തന്നെ പ്രസവിച്ചാൽ പറ്റൂ. പടച്ചോനെ, എൻ്റെ മോയോ. നീ ഇങ്ങോട്ടേക്കൊന്നും പറയാൻ നിൽക്കണ്ട. നീ അവിടെ പോയി റെസ്റ്റ് എടുത്തോ. അതല്ല നിന്നെക്കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാനൊരു പെണ്ണുങ്ങളെ പുറത്തുനിന്ന് വിളിക്കാം. അവർ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. നീ ഇവിടെ നിന്നാൽ മതി. ഞാൻ അവരെ വിളിക്കും. ഇപ്പോൾ ഫോൺ വിളിക്കാം. അവരിപ്പോൾ വരൂ കേട്ടോ. നീ അത് പോയി റെസ്റ്റ് എടുത്തോ. ആ, ചേച്ചി വന്നോ? നിങ്ങൾ വരി. ഓളതകത്തുണ്ട്. ഓള് ആകെ പ്രശ്നമാണ്, ഭയങ്കര. ഓൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഭയങ്കര പ്രശ്നമാണ്. ഓൾക്ക് പറ്റൂല, വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ വരി. നിങ്ങളൊന്ന് നോക്കി ഓളെ. ആ ശരി മോൻ, എന്താ ഞാൻ വരുന്നത്. ഞാനൊന്ന് നോക്കട്ടെട്ടാ. ഞാൻ നോക്കിയിട്ട് പറയാം എന്താണെന്നുള്ളത്. ഇനി പേടിക്കാനൊന്നുമില്ല. ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് നടക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ എന്തിനാ മോളെ ഈ പേടിക്കുന്നേ? ഞാനില്ലേ മോനെ, ഈ പേടിക്കണ്ട കേട്ടാ. എല്ലാം വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഒന്ന് നോക്കട്ടെ ഓളെ. ഞാൻ നോക്കിയിട്ട് ഞാൻ വിവരം പറയാട്ടാ. അയ്യോ അമ്മോ, ചേച്ചിയേ, എനിക്ക് വയ്യോ. അയ്യോ മോനെ, ഓക്ക് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ അവസ്ഥ. ഓളെയും കുഞ്ഞിൻ്റെ സ്ഥിതി കുറച്ച് മോശമാണ് കേട്ടോ. നീ എത്രയും പെട്ടെന്ന് ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കണേ. അല്ലെങ്കിൽ ഓളെയും കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാവും കേട്ടോ മോനെ. എത്രയും പെട്ടെന്ന് നീ ഒരു വണ്ടി വിളിച്ചിട്ട് ഓളെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിലാക്കണം. അല്ലെങ്കിൽ കുഞ്ഞിനും ജീവൻ അപകടമാണ്, ഓൾക്കും ജീവൻ അപകടമാണ്. നീ എത്രയും പെട്ടെന്ന് ഓളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഓൾ ഇവിടെ തന്നെ പ്രസവിച്ചാൽ പറ്റുള്ളൂ. ഇനി എല്ലാം വലിച്ചും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എൻ്റെ ഉമ്മ ഇവിടെ അല്ലേ പ്രസവിച്ചത്. ഓൾ ഇവിടെ തന്നെ അങ്ങ് പ്രസവിച്ചോളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് എന്തായാലും വീട്ടിലൊന്നും പ്രസവിക്കുന്നില്ലല്ലോ. ഓൾ ഇവിടെ തന്നെ പ്രസവിച്ചാൽ മതി. പുറത്ത് ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റുമൊന്നുമില്ല. ഓൾ ഇവിടെ തന്നെ അങ്ങ് പ്രസവിക്കും. വീട്ടിൽ പ്രസവം എന്താണെന്ന് ഇപ്പോൾ സാധാരണയായിട്ട് നടക്കുന്ന കാര്യമാണ്. വീട്ടിൽ പ്രസവം എല്ലാം കെട്ടിവലിച്ച് ഹോസ്പിറ്റലിലേക്ക് ഒരു കൊണ്ടുപോകൽ എന്തിനാ? അത് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓൾ ഇവിടെ തന്നെ പ്രസവിച്ചോളൂ. ഒക്കെ സുഖപ്രസവവും നടക്കും.
പഠിച്ചോനെ എന്നെ കൊണ്ട് വയ്യക്കാ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോവേ. എൻ്റെ കുഞ്ഞിനെ വിചാരിച്ചിട്ട് എങ്കും നമ്മളെ കുഞ്ഞിൻ്റെ ജീവനോട് കിട്ടണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാ. എൻ്റെ ജീവൻ ഇപ്പോൾ പോവേ. എൻ്റെ പരമാവധി കഴിഞ്ഞിക്കാ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എൻ്റെ ഉമ്മോ. എൻ്റെ ജീവൻ ഇപ്പോൾ പോവേ. എനിക്ക് വേദന സഹിക്കാൻ വയ്യേ. എൻ്റെ പഠിച്ച തമ്പുരാനേ, എന്നെ രക്ഷിക്കണേ, എന്നെ കാത്തോളണേ തമ്പുരാനേ. ഇക്കാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കാ. പണ്ടത്തെ കാലല്ലക്കാ. ഇപ്പം വീട്ടിലൊന്നും പ്രസവം നടക്കൂലക്കാ. ഉമ്മേൻ്റെ കാലമൊന്നല്ലക്കാ. എന്നെ എങ്ങനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും വീട്ടിൽ പറ്റൂലക്കാ. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മരിച്ചു പോവോ പടച്ച തമ്പുരാനേ. കാലം എത്ര ടെക്നോളജികൾ വളർന്നാലും എത്ര തലമുറകൾ കഴിഞ്ഞാലും മാറാത്ത ചില മനുഷ്യജന്മങ്ങളുണ്ട് ഇതുപോലെയുള്ളത്. പെൺകുട്ടികളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത കുറേ ജന്മങ്ങൾ. കാലങ്ങൾ കഴിയുന്തോറും മനുഷ്യന് മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ മാറാത്ത ഇതുപോലുള്ള ജീവൻ, മറ്റു 2 ജീവനുകളെ ഒരുമിച്ച് നശിപ്പിച്ച ഇവനെ പോലുള്ളവർ ഈ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ. പുതിയ തലമുറയ്ക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. കപട സങ്കടങ്ങൾ തുലയും.